സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നിട്ട് 8 മാസമായിരിക്കുകയാണ്. ഈ 8 മാസക്കാലം സജീവ കോൺഗ്രസ് പ്രവർത്തകനായി തന്നെയാണ് സന്ദീപ് വാര്യർ മുന്നോട്ട് നീങ്ങിയതും. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ വലിയൊരു കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടാണ് സന്ദീപ് വാര്യർ ഒരിടത്തും അധികാരത്തിൽ ഇല്ലാതിരുന്നിട്ടും കോൺഗ്രസിന് കൈകൊടുത്തതും പിന്നീട് അങ്ങോട്ട് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായി മാറിയതും. എന്നാൽ കഴിഞ്ഞ ദിവസം മുൻ കേന്ദ്രമന്ത്രി കൂടിയായിരുന്ന വി മുരളീധരൻ സന്ദീപ് വാര്യരെ ഉന്നം വെച്ചുകൊണ്ട് പറഞ്ഞത് പുത്തനച്ചി പുരപ്പുറം തൂക്കും എന്നാണ്. എന്നാൽ കുറിക്ക് കൊള്ളുന്ന മറുപടി കൊടുത്തുകൊണ്ട് സന്ദീപ് വാര്യർ വി മുരളീധരന്റെ വാ അടപ്പിക്കുകയായിരുന്നു. ഇവിടെ രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷനായതിൽ പിന്നെ കാട്ടിക്കൂട്ടുന്നതിനൊക്കെ മുഖത്ത് നോക്കി മറുപടി പറയാൻ പേടിയാണെങ്കിൽ ആ ചൊരുക്ക് തന്റെ മേലിൽ തീർക്കണ്ട എന്നാണ് സന്ദീപ് വാര്യർ വി മുരളീധരനോട് തുറന്നടിച്ചത്. എന്നാൽ ഇവിടെ പ്രത്യേകമായി എടുത്തു പറയാനുള്ളത് വി മുരളീധരൻ കേന്ദ്രമന്ത്രി ആയിരുന്നപ്പോൾ നടത്തിയ രഹസ്യ ഇടപാടുകളാണ്. അതിനുവേണ്ടി മുരളീധരന്റെ ഭാര്യയുടെ പേരിൽ ഒരു NGO തുടങ്ങുകയും ചെയ്തു എന്നുള്ളതാണ്. അതിനൊക്കെ പിന്നാലെയാണ് പാക് ചാരവൃത്തി കേസിൽ അറസ്റ്റിലായ ജ്യോതി മൽഹോത്രയെ വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന ദിവസം കാസർകോട്ടേക്ക് എത്തിച്ചത്. ഇങ്ങനെ തുടങ്ങി BJP ഓഫീസിൽ നിന്നാണ് വന്ദേ ഭാരത് ടിക്കറ്റ് അന്ന് വിതരണം ചെയ്തത് എന്നൊക്കെ തെളിവ് സഹിതം ഗുരുതര ആരോപണങ്ങൾ അഴിച്ചുവിടുകയാണിപ്പോൾ സന്ദീപ് വാര്യർ. ഇത്തരത്തിൽ ഗുരുതര ആരോപണങ്ങൾ അഴിച്ചുവിടുമ്പോൾ ജ്യോതി മൽഹോത്രയെ പോലെ കേന്ദ്രമന്ത്രിയായിരുന്ന മുരളീധരനും ഇനി ജയിലറകളിലേക്ക് പോകേണ്ടി വരുമോ എന്ന ചോദ്യങ്ങളും വരുന്നുണ്ട്. കാരണം അത്തരത്തിലുള്ള ഓരോരോ കാരണങ്ങളാണ് ഇന്നലെ BJP ആയിട്ടും ഇന്ന് കോൺഗ്രസുകാരനായി മാറിയ സന്ദീപ് വാര്യർ തെളിവുകൾ മുഖാന്തരം നിരത്തിക്കൊണ്ട് തുറന്നടിക്കുന്നത്. ആ രംഗങ്ങൾ ഒന്ന് കാണാം. ഇന്നലെ മുൻ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അസത്യവും അസംബന്ധ ജഡിലവുമായിട്ടുള്ള കാര്യങ്ങളാണ്. വന്ദേ ഭാരതിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇന്നലെ പത്രസമ്മേളനത്തിൽ പ്രദർശിപ്പിച്ച അദ്ദേഹത്തിന്റെ ശരീരഭാഷ തന്നെ അദ്ദേഹം വലിയ പ്രതിരോധത്തിലായിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. വന്ദേ ഭാരതിന്റെ 2ാം ട്രെയിനിന്റെ ഉദ്ഘാടനമാണ് 2023 സെപ്റ്റംബർ മാസത്തിൽ കാസർഗോഡ് വെച്ചുണ്ടായത്. അത് പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസ് വഴിക്കാണ് നിർവഹിച്ചത്. ഒരുപക്ഷെ ഇന്ത്യയിലെ ഒരുപാട് റൂട്ടുകളിൽ വന്ദേ ഭാരത് ഓടിക്കഴിഞ്ഞതിന് ശേഷം കേരളത്തിലെ തന്നെ രണ്ടാമത്തെ വന്ദേ ഭാരത് ട്രെയിൻ മാത്രമാണ് കാസർഗോഡ് എന്നുള്ള ഉദ്ഘാടനം ഉണ്ടായത്. സ്വാഭാവികമായിട്ടും ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്ളോഗർക്ക്, ഒരു ഉത്തരേന്ത്യൻ വ്ളോഗർക്ക് കാസർഗോഡ് പോലെ വിമാനത്താവളം പോലും ഇല്ലാത്തൊരു സ്ഥലത്ത് പ്രധാനമന്ത്രി നേരിട്ട് പങ്കെടുക്കാത്ത ഒരു ചടങ്ങിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ ഏതെങ്കിലും തരത്തിൽ ഒരു താല്പര്യമുണ്ടാകുമെന്ന് സാമാന്യേന യുക്തിയുള്ള ആരും വിശ്വസിക്കുകയില്ല. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന പാകിസ്ഥാന് വേണ്ടി ചാരപ്പണിയെടുത്ത ചാരവനിത, അവർ പെയ്ഡായിട്ട് ഇത്തരം പ്രൊമോഷൻസ് ചെയ്തിരുന്ന ഒരു യൂട്യൂബറാണ്. ഈ പരിപാടിക്ക് വന്ദേ ഭാരതിന്റെ 2ാം വന്ദേ ഭാരതിന്റെ ഉദ്ഘാടനത്തിന് ജ്യോതി മൽഹോത്രയെ കാസർഗോഡ് എത്തിച്ചത് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ, ഇപ്പോൾ BJPയുടെ സംസ്ഥാനത്തെ മാധ്യമ വിഭാഗത്തിന്റെ ചുമതല വഹിക്കുന്ന ഒരാൾ, അദ്ദേഹം ഓപ്പറേറ്റ് ചെയ്തിട്ടാണ് ഈ ജ്യോതി മൽഹോത്രയെ വി മുരളീധരന്റെ PR വർക്കിന് വേണ്ടി എത്തിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇത് സംബന്ധിച്ച് അതല്ലെങ്കിൽ ജ്യോതി മൽഹോത്ര ഇവിടെ എത്തിപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല. 1. 2, വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന ഫസ്റ്റ് റണ്ണിൽ റെയിൽവേ ടിക്കറ്റുകൾ ഇഷ്യൂ ചെയ്തിട്ടില്ല. എന്നാലും വി മുരളീധരൻ എന്താ പറഞ്ഞത്? വി മുരളീധരൻ പറഞ്ഞത് റെയിൽവേയുടെ പാസ് ഇല്ലാതെ കയറാൻ പറ്റുമോ, BJPയുടെ ലോഗോ അടിച്ചിട്ടാണോ പാസ് കൊടുത്തത് എന്നൊക്കെ അദ്ദേഹം ഓരോ വിദണ്ഡവാദങ്ങളാണ് ഉന്നയിച്ചത്. പക്ഷേ മാധ്യമപ്രവർത്തകരായ നിങ്ങൾക്ക് പോലും അറിയുന്നുണ്ടാകും, വന്ദേ ഭാരതിന്റെ ആദ്യ ഉദ്ഘാടന ഓട്ടത്തിൽ അത് 1ാമത്തേതും 2ാമത്തേതും അതിൽ BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്നാണ് വന്ദേ ഭാരതിന് വേണ്ട പാസുകൾ കൊടുത്തത്. ഞാൻ ഇന്ന് റെയിൽവേയുമായി ബന്ധപ്പെട്ട് അത് ആവർത്തിച്ചുറപ്പാക്കിയിട്ടുണ്ട്. റെയിൽവേയുടെ പാലക്കാട് ഡിവിഷനിൽ നിന്നാണ് കാസർഗോഡ് എന്നുള്ള ഉദ്ഘാടനത്തിന്റെ പാസുകൾ അത് BJP സംസ്ഥാന കമ്മിറ്റിയുടെ ആവശ്യപ്രകാരം കൊടുത്തിട്ടുള്ളത്. ഇത് റെയിൽവേക്ക് ഇക്കാര്യം വ്യക്തമായിട്ട് വിശദീകരിക്കാൻ സാധിക്കും.
ജ്യോതി മൽഹോത്രയെ പോലെ ഡൽഹിയിലുള്ള ഒരു യൂട്യൂബർ പാലക്കാട് ഡിവിഷൻ ഓഫീസിലേക്ക് പോയി ഈ ഒരു പാസ് കരസ്ഥമാക്കിയെന്ന് ചോറുണ്ണുന്ന ബുദ്ധിയുള്ള ഒരാളും വിശ്വസിക്കില്ല. ബി ജെ പി മുഖേന കൊടുത്ത പാസ് തന്നെയാണ് ജ്യോതി മൽഹോത്രയ്ക്ക് കിട്ടിയിട്ടുള്ളത്, ജ്യോതി മൽഹോത്രയ്ക്ക് നൽകിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് അവർ കാസർഗോഡ് എത്തിയത്. കാസർഗോട്ടേക്ക് അവരെ ക്ഷണിച്ചു കൊണ്ടുവന്നതാണ്. അതിന് പുറകിൽ PR വർക്കായിരുന്നു ലക്ഷ്യം എന്നുള്ളത് വ്യക്തമാണ്. ശ്രീ വി മുരളീധരന്റെ ഭാര്യയുടെ പേരിലുള്ള NGOയുമായി ബന്ധപ്പെട്ട് അവരുടെ ബാങ്ക് ട്രാൻസാക്ഷനുകളൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ വി മുരളീധരൻ തയ്യാറുണ്ടോ? ഡിജിറ്റൽ തെളിവുകളടക്കം പല വിഷയങ്ങളും, ഇത് മാത്രമല്ല പല വിഷയങ്ങളും പുറത്തു വരിക തന്നെ ചെയ്യും. അന്വേഷണ വിധേയമാക്കാൻ തയ്യാറാവണം. ഇത് സംബന്ധിച്ച് നേരത്തെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് പൊതുപ്രവർത്തകർ നൽകിയ പരാതികളിൽ ഒന്നും തന്നെ വേണ്ടത്ര നടപടി ഉണ്ടായിട്ടില്ല. ഇവിടെ ശ്രീ വി മുരളീധരൻ എന്തിനെയാണ് ഭയക്കുന്നത്? അദ്ദേഹം എന്നെക്കുറിച്ച് പറഞ്ഞത് പുത്തനച്ചി പുരപ്പുറം തൂക്കുന്നാണ്. അദ്ദേഹത്തിന് രാജീവ് ചന്ദ്രശേഖരനെ വല്ലതും പറയാനുണ്ടെങ്കിൽ നേരിട്ടങ്ങ് പറഞ്ഞാൽ മതി, എന്നെ ഉപയോഗിച്ചുകൊണ്ട് പറയണ്ട. അദ്ദേഹത്തിന് ഇപ്പോ വി മുരളീധരനെയും സുരേന്ദ്രനെയും ഒക്കെ BJPയുടെ ജില്ലാ മീറ്റിങ്ങുകൾക്ക് പോലും വിളിക്കുന്നില്ല എന്നാണ് ഞാൻ കേട്ടത്. അപ്പൊ അദ്ദേഹത്തിന് രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് പുത്തനച്ചി പുരപ്പുറം തൂക്കുമെന്നാണ് അഭിപ്രായമെങ്കിൽ അത് നേരിട്ട് മുഖത്ത് നോക്കി പറയാനുള്ള ആർജവം കാണിക്കണം. അതല്ലാതെ എന്നെ ഉപയോഗിച്ചുകൊണ്ട് പറയാൻ നോക്കണ്ട. ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായിട്ട് ഏകദേശം 8 മാസത്തോളായി. ഞാനിവിടെ ഇപ്പോൾ പുതിയ ആളല്ല. ഞാൻ കോൺഗ്രസിന്റെ ഉറച്ച പ്രവർത്തകനാണ്. ആ കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പം ഈ കേരളത്തിലെ പിണറായി സർക്കാർ സ്വീകരിക്കുന്ന ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി ആ പോരാട്ടത്തിൽ അണിചേരുന്ന ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനാണ്. അതുകൊണ്ട് തന്നെ മുരളീധരന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ മന്ത്രിയായിരുന്ന കാലത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സമാനമായിട്ടുള്ള ആരോപണങ്ങൾ മുൻപേ ഉണ്ടായിട്ടുണ്ടല്ലോ. DRDOയുടെ ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേന വി മുരളീധരന്റെ ഭാര്യയുടെ NGOയുടെ ഭാഗമായിരുന്ന ഒരു വ്യക്തി അരുൺ രവീന്ദ്രൻ, മലപ്പുറത്തെ BJPയുടെ ജില്ലാ നേതാവിന്റെ ബന്ധു, ഡൽഹിയിൽ പോയി താമസമായിരുന്നല്ലോ. ഡൽഹിയിൽ ആരാണ് അരുൺ രവീന്ദ്രനെ കൊണ്ടുപോയത്? ആരാണ് പ്രതിരോധ വകുപ്പിന്റെ വ്യാജ ID കാർഡൊന്നല്ല, ഒറിജിനൽ ID കാർഡ് ഈ അരുൺ രവീന്ദ്രന് കൊടുത്തത്? അങ്ങനെ റോയും IBയും അടക്കമുള്ള ഏജൻസികൾ പ്രവർത്തിക്കുന്ന, അന്ന് ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനായിരുന്ന ഇന്നത്തെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ ഓഫീസിലെ സ്ഥിരം സന്ദർശകനായിരുന്നില്ലേ അരുൺ രവീന്ദ്രൻ? ന്യൂനപക്ഷ കമ്മീഷന്റെ അതേ ഓഫീസ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുകയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ, രാജ്യത്തെ പ്രധാനപ്പെട്ട ഏജൻസികൾ. ആ കെട്ടിടത്തിലേക്ക് ഈസി ആയിട്ട് ആക്സസ് ആയിരുന്നു അരുൺ രവീന്ദ്രന്. DRDOയുടെ ഐഡന്റി കാർഡ്, അതായത് ഏതെങ്കിലും തരത്തിൽ പ്രതിരോധ വകുപ്പിന്റെ ഐഡന്റി കാർഡ് വ്യാജമായിട്ടുണ്ടാക്കിയ ഐഡന്റി കാർഡ് അല്ല, മറിച്ച് പ്രതിരോധ വകുപ്പിനുള്ളിൽ നിന്ന് അരുൺ രവീന്ദ്രന് ഈ ഐഡന്റി കാർഡ് ഉണ്ടാക്കി കൊടുത്തു. ആ ഐഡന്റി കാർഡ് ഉണ്ടാക്കി കൊടുത്ത് ആ ID കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹം അവിടെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആർക്ക് വേണ്ടിയായിരുന്നു? ഇത് സംബന്ധിച്ച് അരുൺ രവീന്ദ്രന്റെ ഭാര്യ അരുൺ രവീന്ദ്രനുമായി ഒരു പ്രശ്നമുണ്ടായപ്പോൾ പരാതി കൊടുത്തു. ആ പരാതി കേരള പോലീസ് അന്വേഷിച്ചപ്പോ അരുൺ രവീന്ദ്രന്റെ വീട്ടിൽ നിന്നും DRDOയുടെ ഐഡന്റിറ്റി കാർഡ് കണ്ടെത്തുകയാണ്. അരുൺ രവീന്ദ്രന്റെ ഭാര്യ DRDOയുടെ ചീഫിന് പരാതി കൊടുത്തു. താങ്കളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന എന്റെ ഭർത്താവ് എന്നെ ഇതുപോലെ ഉപദ്രവിക്കുന്നു എന്ന് പരാതി കൊടുത്തപ്പോൾ DRDOയുടെ ചീഫ് കൊടുത്ത മറുപടി, എന്റെ സ്ഥാപനത്തിൽ ഇങ്ങനെയാൾ പ്രവർത്തിക്കുന്നില്ല എന്നാണ്. അങ്ങനെ കേരള പോലീസ് കേസ് അന്വേഷിച്ചു. അരുൺ രവീന്ദ്രനെ അറസ്റ്റ് ചെയ്തു. അരുൺ രവീന്ദ്രന്റെ വീട്ടിൽ നിന്ന് ഈ ഐഡന്റി കാർഡ് കണ്ടെടുത്തു. ബാലഗോകുലത്തിന്റെ RSSന്റെ സംഘടനയായ ബാലഗോകുലത്തിന്റെ ഡൽഹിയിലെ മയൂർ വിഹാറിലെ ചുമതലയുണ്ടായിരുന്നു അരുൺ രവീന്ദ്രന്. മലപ്പുറം ജില്ലയിലെ BJP നേതാവിന്റെ ബന്ധുവാണ് അരുൺ രവീന്ദ്രൻ. ആ അരുൺ രവീന്ദ്രനെ ആരായിരുന്നു ഡൽഹിയിൽ കൊണ്ടുപോയത്? വി മുരളീധരന്റെ ഭാര്യയുടെ NGOയുടെ ഭാഗമായി പ്രവർത്തിക്കുകയായിരുന്നു. എന്നിട്ട് ആ കേസ് കേരള പോലീസ് എന്ത് ചെയ്തു? വി മുരളീധരന് വേണ്ടി കൊടകര അട്ടിമറിച്ചതുപോലെ, മഞ്ചേശ്വരം അട്ടിമറിച്ചതുപോലെ, വയനാട് അട്ടിമറിച്ചതുപോലെ ഈ DRDOയുടെ രാജ്യദ്രോഹപരമായ ഈ കേസ് പിണറായി വിജയന്റെ പോലീസ് വി മുരളീധരന് വേണ്ടി അട്ടിമറിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതിൽ DRDO എലിമെന്റ് അടക്കമുള്ള കാര്യങ്ങൾ, ഒരുപക്ഷെ ചാരപ്രവർത്തനത്തെക്കാൾ ഗുരുതരമായിട്ടുള്ള ഈ ആക്ഷേപം തെളിവ് സഹിതം കേരള പോലീസിന്റെ കയ്യിൽ കിട്ടിയിട്ടും ഈ കേസ് അട്ടിമറിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അത് സാധാരണ ഒരു ചീറ്റിംഗ് കേസാക്കി മാറ്റി. അരുൺ രവീന്ദ്രൻ ജയിലിൽ പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ജാമ്യത്തിലിറങ്ങിയ ശേഷം ഇപ്പോൾ അരുൺ രവീന്ദ്രൻ എവിടെയാണ്? അതിന് മറുപടി പറയേണ്ട ബാധ്യത മുരളീധരനുണ്ട്. ഇപ്പൊ അരുൺ രവീന്ദ്രൻ എവിടെയാണ്? സാധാരണ രാജ്യദ്രോഹ കേസുകളിൽ നമുക്കറിയാം, നേരത്തെ ഒരു ബോംബ് സ്ഫോടന കേസിൽ ബന്ധമുണ്ടായിരുന്ന മലയാളിയായിട്ടുള്ള RSS പ്രചാരകനെ കാണാതാക്കിയതുപോലെ അരുൺ രവീന്ദ്രനെയും നിങ്ങൾ കാണാതാക്കിയോ? അരുൺ രവീന്ദ്രൻ ജീവനോടെ ഇരിക്കുന്നുണ്ടോ ഇല്ലയോ? ഇത് സംബന്ധിച്ച് മറുപടി പറയേണ്ടത് വി മുരളീധരനാണ്. വി മുരളീധരൻ മന്ത്രിയായിരിക്കുമ്പോൾ ചെയ്ത കാര്യങ്ങളും പല വിധത്തിലുള്ള ഇടപാടുകളും സംബന്ധിച്ചൊക്കെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഞാൻ വി മുരളീധരനെ വെല്ലുവിളിക്കുകയാണ്.
താങ്കളുടെ ഭാര്യയുടെ NGO സംബന്ധിച്ച ഇടപാടുകൾ അത് സുതാര്യമായ ഒരു അന്വേഷണ വിധേയമാക്കാൻ തയ്യാറുണ്ടോ? അരുൺ രവീന്ദ്രനെ ഡൽഹിയിൽ സഹായിച്ചതാരാണ്? ഡൽഹിയിലെ മാധ്യമപ്രവർത്തകർക്കറിയാം. RSSന്റെ ഓഫീസിലും BJPയുടെ ഓഫീസിലും മുരളീധരന്റെ ഓഫീസിലും ജോർജ് കുര്യന്റെ ഓഫീസിലും സ്ഥിരം സന്ദർശകനായിരുന്നില്ല ഇയാളെ ആരാണ് കൊണ്ടുപോയത്? ഇതിനൊക്കെ മറുപടി പറയാനുള്ള ബാധ്യത മുരളീധരനുണ്ട്. മുരളീധരൻ ഇന്നലെ വാസ്തവത്തിൽ വലിയ പ്രതിരോധത്തിലാണ്. മുരളീധരൻ മന്ത്രിയായിരിക്കുമ്പോൾ ചെയ്ത ഇടപാടുകൾ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കേണ്ടതുണ്ട്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ BJPയുടെ നിലവിലെ സംസ്ഥാന നേതാക്കൾ തന്നെ മുരളീധരൻ മന്ത്രിയായിരിക്കുമ്പോൾ ചെയ്ത കാര്യങ്ങൾ ഡിജിറ്റൽ തെളിവുകളടക്കം പുറത്തുവിടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. കാര്യങ്ങൾ പുറത്തു വരാൻ പോവുകയാണ്.